ഇതിലേക്ക് സ്വാഗതം. നമ്മളെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ വീടിന് ലോക്ക് ചെയ്തു. തുണികളൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ വണ്ടികളിൽ നമ്മുടെ ജീവാഗണിനകത്ത് കൊണ്ടുപോയി നമുക്കിനി ഇവിടെ ഉള്ളവരോടൊക്കെ നമ്മൾ ടാറ്റ ബൈബൈയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ലാസ്റ്റ് ഒരു 3-4 ദിവസത്തേക്ക് നമുക്കിവിടെ വരേണ്ടി വരും. വണ്ടികളൊക്കെ സാധനപ്പെടുത്തുന്നത്. കാരണം ഇന്ന് നമ്മൾ ഒരു സിറ്റി വിട്ട് നമ്മൾ പുതിയ സിറ്റിയിലോട്ട് വന്നു. ഈ പുതിയ സിറ്റിയുടെ നമ്മൾ വരാൻ പോകുന്നതൊക്കെ ചെയ്യുന്ന സിറ്റിയാണ്. നമ്മൾ ആ ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പം നമ്മളങ്ങനെ പുതിയ വീട്ടിലോട്ട് നമ്മൾ നമ്മുടെ BMW കയറ്റി. BM ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടികളൊക്കെ ഓരോന്നോരോന്നായിട്ടൊക്കെ എടുക്കാൻ ഒക്കെ തന്നെ വേണ്ടി വരും. നമ്മൾ ലിഫ്റ്റിൽ കയറി. ആ ലാസ്റ്റ് കാണുന്നതാണ് കേട്ടോ നമ്മുടെ റൂം. നമുക്ക് VIP റൂമാണ് ഏറ്റവും ടോപ്പ് ഫ്ലോറിലെ. ഈ ലാസ്റ്റ് റൂമാണ് ഗൈസ്. ഓക്കെ, അതിലടച്ചു. എന്താ വളരെ ചെറിയൊരു റൂം. ഇനി നമുക്കൊരു സാധനം കൂടി വാങ്ങണം. കാരണം ഇതിൻ്റെ താഴെ നമുക്കൊരു എന്താ ഇപ്പോൾ പറയാം. അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പോളോ വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞില്ലേ. നമ്മുടെ പോളോ എന്താ പറയുക, ഫുള്ള് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും അതിനിപ്പോൾ നമ്മൾ ട്യൂണിങ് ചെയ്തതിൻ്റെ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വേർഷൻ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടീനെ നാട് കടത്തി. ഇപ്പോൾ എന്തായാലും നമ്മൾ BMലാണ് നമ്മളിപ്പം. ഈ രണ്ടാമത് ഒരു ചെറിയ ഗ്യാരേജും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. പണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. 2 വണ്ടി പാർക്ക് ചെയ്യാം. എന്തിൻ്റെ കുഴപ്പ? വെറുതെ മര്യാദയ്ക്ക് പുതിയ വീട് വാങ്ങിച്ച് മര്യാദയ്ക്ക് താമസിക്കാൻ പറ്റുന്ന എന്തിൻ്റെ കുഴപ്പമാണ്. മോനെ ഞാനൊരു സംഭവം വന്നിട്ടില്ല. പറ്റിയില്ല ഭാഗ്യം. അവിടെ മറ്റേ സിവിക്ക് ഉണ്ടല്ലോ, അവിടെ കൂട്ടുകാരനെ കൊടുത്തു. അങ്ങനെ ആ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. സിവിക്ക് കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുപോയി. ഇപ്പോൾ റെനോൾട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ
ഈ ഗ്യാരേജിൽ നിന്ന് തുടങ്ങിയതാണ്. നമുക്ക് ഇവിടെ തന്നെ 3 ഗ്യാരേജ് ആ സിറ്റിയിൽ, അവിടെ നമുക്ക് ഒരു വീട്, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സിറ്റിയിൽ 2 ഗ്യാരേജ്, 4 ഗ്യാരേജും 2 വീടും 5-6 വണ്ടികളും. ഇതിനൊക്കെ അത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയതാണ്. നമ്മുടെ സിവിക്ക് അവൻ തിരിച്ചു തരാം, അവൻ തരാമെന്ന് പറഞ്ഞില്ല. പിന്നെ നടന്ന വണ്ടിയാണെന്നും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ഓരോരോ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പോളോ കുറച്ച് സമയം എടുക്കും കേസ് വരാൻ. പോളോണ്ട് നമ്മൾ നാട് കടത്തിയല്ലേ, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അത് ഫുള്ള് ട്യൂണൊക്കെ ചെയ്ത് നല്ല പവറായിട്ട് വണ്ടി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും നമ്മൾ BM അവർക്ക് നോക്കിയിട്ട് ഒരു 5-6 ദിവസം, എന്താ പറയുക, ഒരു 2-3 മാസമായിട്ട് ഓടി തുടങ്ങിയതാണ് ഈ വീടിൻ്റെ പുറകെ. കാരണം ഇപ്പോൾ നമ്മുടെ എല്ലാ വണ്ടികളും പല സ്ഥലത്ത്, ഇതിപ്പോൾ കുറച്ച് വണ്ടികളെങ്കിലും നമ്മുടെ അടുത്ത് കാണും. മറ്റേ വീട്ടിലായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു അവിടെ 2 വീടിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്തെ പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വണ്ടി പ്ലഗ് ചെയ്യാം. ബട്ട് ഇവിടെ കറണ്ട് പോകത്തില്ല. ഇവിടെ 3-4 ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് കോർണർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്രോൾ മാത്രം നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാൽ മതി. ഇതായിട്ട് കിടന്നുറങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും ഇവിടെ ബെഡ്റൂം ഇല്ല, ടോയ്ലറ്റ്, അവിടെ ഒരു കിച്ചൺ, സുഖം. പിന്നെ വിൻഡോ തുറന്നാൽ നമ്മളെൻ്റെ ടോപ്പ് ഫ്ലോറിൽ ഗൈസ്. ഇതിൻ്റെ ടോപ്പ് ഫ്ലോർ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡ്രോണിൻ്റെ കണക്ഷൻ വിടും. നമ്മുടെ വീട് ടോപ്പ് ഫ്ലോറിലാണ് നമ്മൾ. ഇത് ടോപ്പ് ഫ്ലോറിലാണ്. ഇതിൻ്റെ ഓണർമാർക്കൊക്കെ മുറിയും കാര്യങ്ങളൊക്കെ ടോപ്പ് ഫ്ലോറിലാണ്. ഞാൻ എൻ്റെ ലാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ കൊണ്ടുവരണം. നമ്മുടെ ഈ വീട്ടിലുണ്ടാവുക ലാൻഡ് ക്രൂയിസറും, നമ്മുടെ കോണ്ടസ, G-Wagon, പോളോ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പോളോയുടെ സ്ഥലത്ത് ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ടുവന്നിടും. അല്ലെങ്കിൽ പോളോയുടെ സ്ഥലത്ത് ഇപ്പോൾ റെനോൾട്ട് കൊടുക്കണം. റെനോൾട്ടും അവിടെ സിവിക്കിന് ഞാൻ അവനൊരു 2-3-5 2 വർഷം അവനിവിടെ കാണും. അത് കഴിഞ്ഞ് ഞാൻ പോകും. അപ്പോൾ 2 വർഷം അവന് ഉപയോഗിക്കാൻ ഞാൻ വേറെ വണ്ടി വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അത് നമ്മളിപ്പം അവന് കൊടുത്തു. അപ്പം 2 വർഷം കഴിയുമ്പോൾ സിവിക്ക് വരും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. അപ്പം എൻ്റെ പ്ലാൻ പ്രകാരം നമ്മുടെ കയ്യിലുള്ള ആൻറ്റി കാറുകൾ 3 എണ്ണമാണ്, അല്ല 4 ആൻറ്റി കാറുകൾ നമ്മുടെ കയ്യിലുണ്ട്. 4 ഓർക്കുന്നില്ല, 4 എണ്ണം. 4 എണ്ണത്തിൽ റെനോൾട്ട് കിടക്കുന്ന അവിടെ ശരിക്കും വരുന്നവരെ അവിടെ ഒന്നിടാം. പിന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഗ്യാരേജിന് 2 എണ്ണം ഇടാം. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഗ്യാരേജിൽ നിന്ന് കുറച്ച് മാറി വേറൊരു ഗ്യാരേജ് ഉണ്ട്, അവിടെ ഇടാം. അല്ലെങ്കിൽ പഴയ ഈ 2 ഗ്യാരേജും വിൽക്കാനായിട്ടൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നല്ല വരട്ടെ ഗൈസ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്. അതിൽ അവിടെ ആ ഗ്യാരേജ് വരുമ്പോൾ പോയി നോക്കട്ടെ.
പുള്ളി പറയുന്ന വരെ നമുക്ക് ഓക്കെ ആണ് എങ്കിൽ നമുക്ക് ആ ഗ്യാരേജ് വാങ്ങിയാൽ പോലെ. അവിടെ ബി എമ്മിന് ഇതുവരെ നിർത്താറായിട്ടില്ല. ബി എമ്മിന് ജീവനുണ്ടായിരുന്ന എത്ര വിളിച്ചാണ് കേട്ടോ, 5-10 ദിവസമായിട്ടോ താരം കഴിഞ്ഞ് ചാർജ് പോലും ചെയ്ത് ഓടിക്കുന്നുവെന്ന് പറഞ്ഞ് ബി എം നമ്മൾ എത്ര വിളിക്കും. ബി എം നല്ല കുട്ടിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓടിക്കോളും. ഇവിടുന്ന് 0.5 കിലോമീറ്റർ ഉള്ളൂ. അതായത് നമ്മൾ ബി എമ്മിൽ കയറി വളവും തിരിവാണ്. ബി എമ്മിൽ കയറി കാല് കൊടുത്താൽ ഇവിടെ എത്തി. ഇതിപ്പോൾ എവിടാ വഴി തെറ്റിയോ? ഞാനീ പെട്രോൾ പമ്പിലേക്കാണ് മാർക്ക് ചെയ്തതല്ലേ, കുഴപ്പമില്ല. അത് ഉപകാരമാണ്. എവിടെയാണല്ലോ കാണിച്ചത് പോലീസിൻ്റെ ഇത് വീടല്ലേ? ഇത് സെറ്റപ്പ് ഉണ്ടല്ലോ. എത്രയാണ് നോക്കട്ടെ, വാങ്ങാൻ പറ്റും പെട്ടെന്ന് വാങ്ങാം. അവിടെ സീക്രട്ട് 60, 30, 60, 90. ഇപ്പം 1,00,000 രൂപയുടെ അടുത്ത് നമുക്കിപ്പോൾ വണ്ടിയുടെ ഗ്യാരേജിന് കിട്ടുമല്ലോ. ഇങ്ങോട്ട് വരാൻ നമുക്കൊരു 0.5 കിലോമീറ്റർ വല്ല കുറുപ്പടിയൊക്കെ കാണുമല്ലോ എന്തായാലും. അതായത് ഞാൻ മറ്റേ ഗ്യാരേജ് വരെ പോകട്ടെ. എവിടെയാണ് വിലക്കുറവെന്ന് നോക്കാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിന്. ഇത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്, അപ്പോൾ സുഖമാണല്ലോ. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് കഴിച്ചത് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ നോക്കിയാൽ കാണാം. പിന്നെ വേറൊരു ഗ്യാരേജ് ഉണ്ട്, അങ്ങോട്ടൊന്നും പോട്ടെ. അങ്ങോട്ടും അത്രയും തന്നെ ഉണ്ട്. ഇത് എത്ര വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും എന്നല്ലേ? എന്തുകൊണ്ട് നമുക്ക് അത് തന്നെയാണെന്നല്ല, ഒരു 4 വണ്ടി പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റി കാറുകൾ ഫുൾ അവിടെ കൊണ്ട് ലോഡ് ചെയ്യാം. അയ്യോ, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ബി എമ്മിൻ്റെ കാര്യം. ഫ്യൂവൽ റീഫിൽ അത് നമുക്ക് ഗ്യാരേജിലോട്ട് നമ്മളൊന്ന് വണ്ടി നിർത്തിക്കോട്ടെ. ഗ്യാസ് റീഫിൽ ചെയ്യാനുള്ള പരിപാടികൾ ആരംഭിക്കലാമ. അയ്യോ, എന്തുകൊണ്ട് നമുക്കത് വാങ്ങാനാണ് നല്ലത്. അപ്പം ഇവിടെ വീടിന് ഒന്ന്, അപ്പം നമുക്ക് എന്തായാലും 11 രൂപയുടെ അടുത്ത് 10 ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ ഫ്ലാറ്റിന് കൊടുത്തത്. പിന്നെ 2, അപ്പം 11 ലക്ഷം രൂപയോളം നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ആവശ്യത്തിന് ചിലവാക്കി. കുഴപ്പമില്ല, വണ്ടിയുടെ കാര്യത്തിനായിട്ട്. എന്തായാലും വേറെ കുറച്ച് വണ്ടികൾ നമുക്ക് വാങ്ങണം കേസ്, കുറച്ചും കൂടി ആൻറ്റി കാറുകളൊക്കെ വാങ്ങണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.